الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولا تبرجن تبرج الجاهلية الأولى ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വണങ്ങിക്കൊണ്ടുള്ള, അവന് കീഴൊതുങ്ങിക്കൊണ്ടുള്ള ഒരു സുന്ദരമായ ജീവിതം നയിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്, അവന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആളുകളുടെ അടയാളങ്ങളായിക്കൊണ്ട്, സ്വാലിഹീങ്ങളുടെ അടയാളമായിക്കൊണ്ട്, മുഅ്മിനീങ്ങളുടെ സ്വഭാവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റിലേക്ക് അവൻ സമീപിക്കുമ്പോൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹു അവനെ ദർശിക്കുന്നുണ്ട്, അവനെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി അവൻ തെറ്റിൽ നിന്ന് പിന്മാറുമെന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റിൽ നിന്ന് പിന്മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ട് ഓരോ കാര്യം ചെയ്യുക. അള്ളാഹ് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, അള്ളാഹ് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നാലിന്ന എൻ്റെ സ്വഭാവങ്ങൾ, എൻ്റെ ശീലങ്ങൾ ഇതൊക്കെ മാറ്റിവെച്ചത് എന്ന് പ്രഖ്യാപിക്കുക എന്നത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കനിഞ്ഞരുളേണ്ട വല്ലാത്തൊരു തൗഫീഖാണ്. അള്ളാഹുവോട് നമ്മൾ ധാരാളമായി
കൊണ്ട് ആവശ്യപ്പെടേണ്ട ഒരു സൗഭാഗ്യം കൂടിയാണ് അത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അഹ്സാബിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു അഹ്സാബിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖർന ഫീ ബുയൂതികുന്ന. മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾ വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിൽ അടങ്ങി ഒതുങ്ങിക്കൊണ്ട് അടങ്ങിക്കഴിയുക. വഖർന ഫീ ബുയൂതികുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനയുടെ രൂപത്തിൽ പറയാണ്, സ്ത്രീകളെ, മുഅ്മിനത്തുകളെ, നിങ്ങൾ വീടുകളിൽ നിങ്ങൾ അടങ്ങിക്കഴിയുക. വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അജ്ഞാകാലത്തുള്ള അഥവാ ജാഹിലിയ്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് മുമ്പുള്ള അറബികൾ ജീവിച്ച ഒരു കാലഘട്ടമുണ്ട്, ജാഹിലിയ കാലഘട്ടം. അറിവില്ലാത്ത ആളുകൾ ചെയ്തു കൂട്ടിയ ഒരുപാട് പേക്കൂത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊല. ജാഹിലിയ്യത്തിലുള്ള സ്ത്രീകൾ നടത്തിയ സൗന്ദര്യ പ്രകടനം പോലെ നിങ്ങൾ നടത്താൻ നിൽക്കരുത് പ്രിയം നിറഞ്ഞ മുഅ്മിനാത്തുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ മുസ്ലിം ഉമ്മത്തിനോട് പറയും. സൂറത്തു അഹ്സാബിലെ 33-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലെ അഹ്കാമുകളെ നമുക്ക് പലതായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചിലത് നമ്മൾ ചെയ്യൽ നിർബന്ധമാണ്, ചിലത് നമ്മൾ നമുക്ക് ചെയ്താൽ കൂലി കിട്ടും, എന്നാൽ ഏതെങ്കിലും സാഹചര്യം കാരണത്തിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിൽ നിന്ന് കുറ്റം ലഭിക്കാത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ ചെയ്താൽ കുറ്റം കിട്ടുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാതിരുന്നാൽ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബായിക്കൊണ്ട്, സുന്നത്തായിക്കൊണ്ട്, കറാഹത്തായിക്കൊണ്ട്, ഹറാമായിട്ടൊക്കെ അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയോ ഹദീസിലൂടെയോ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ഒരു കാര്യം പറയുന്നത് കൽപ്പനയുടെ രൂപത്തിലാണെങ്കിൽ അതിന് നിർബന്ധത്തിന്റെ ഹുക്കുമാണ്, വിധിയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് ഒരു കൽപ്പനയുടെ രൂപത്തിലാണ്. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടകങ്ങളിൽ കഴിയേണ്ടവരാണ്. വലാ തബർറുജ്ന, നിങ്ങൾ ജാഹിലിയത്തിലുള്ളതുപോലെ നിങ്ങൾ സൗന്ദര്യ മത്സരം നടത്താൻ നിൽക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ, അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ വീടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹിന്റെ റസൂലിന് 11 ഭാര്യമാരുണ്ടായിരുന്നു. 11 ഭാര്യമാർക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊഴം വെച്ച് നൽകിയിരുന്നു. റസൂലുള്ളാ പുറത്തു പോകുമ്പോൾ, റസൂലുള്ളാ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഓരോ സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നറുക്കിട്ടായിരുന്നു എടുത്തത്. ഓരോ ഭാര്യമാർക്ക് അള്ളാഹിന്റെ റസൂല് അവസരം കൊടുത്തിരുന്നത് ചില സമയത്തൊക്കെ നറുക്കിട്ടായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മുടെ ഉമ്മയായ ആയിഷ ബിൻതു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പുറത്തു പോയിട്ടുണ്ട്. റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോവുകയും റസൂലുള്ളാഹിയുടെ കൂടെ ഓട്ട മത്സരം വരെ നടത്തിയിട്ടുണ്ട് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി. അതൊക്കെ സൂചിപ്പിക്കുന്നത് നമുക്ക് പുറത്തു പോകാവുന്നതാണ്, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാവുന്നതാണ്. പക്ഷേ അവിടെ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഉമ്മ എന്ന് നമ്മുടെ ആയിഷ ബീവിയെ വിളിക്കാറുണ്ട്. ഖദീജ ഉമ്മ എന്നുള്ളതാണ് നമ്മൾ ഖദീജ റളിയല്ലാഹു അൻഹയെ വിളിക്കാറുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ഭാര്യമാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീതിച്ചു നൽകിയ ഒരു പേരുണ്ട്, ഉമ്മ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത്. മുഅ്മിനീങ്ങളുടെ, നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാരാണ് അവർ. എന്താ നമ്മുടെ ഉമ്മമാരെന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ ഭാര്യമാരായതുകൊണ്ട് മാത്രം അവർക്ക് നൽകിയൊരു സ്ഥാനമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉമ്മ എന്ന പേര് നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് നൽകിയിട്ടുണ്ടെങ്കിൽ, ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സാധാരണ സ്ത്രീകളെല്ലാം മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ടെങ്കിൽ, ആ ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്നാണ്.
അവര് നമ്മുടെ മാതൃകയാണ്. വെറുതെ നമ്മുടെ സാധാ ഉമ്മമാരെ പോലെ അല്ല അവര്. നമ്മുടെ സാധാ ഉമ്മമാരെക്കാളും നമ്മുടെ ഉമ്മമാരെക്കാളും നമ്മൾ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കേണ്ടവരാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ. അവരെങ്ങനെയാണ് നമുക്ക് മാതൃകയാവുന്നത്? മഹദിയായ ആയിഷ റളിയല്ലാഹുവിന്റെ ഒരു കഥ ഉണ്ട്. ആയിഷ ബീവിക്ക് വ്യഭിചാരോപണം ലഭിച്ചൊരു കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലൂടെ ആ കഥ നമുക്ക് ചെറുങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണെന്ന് ചില മുനാഫിഖീങ്ങൾ പ്രചരിപ്പിച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടക്ക സമയം എന്നുള്ളത് മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പൊ യുദ്ധത്തിന് തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥിതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരിക്കും ആയിഷ ബീവി. എന്നാലും ആയിഷ ബീവി തിരിച്ചു വരുമ്പോൾ വന്നത് ഒരു പല്ലക്ക് രൂപത്തിലുള്ള ഒരു വാഹനത്തിലായിരുന്നു. മുഴുവനായും മറച്ചിട്ടുള്ള ഒരു പല്ലക്ക് രൂപത്തിലുള്ള വാഹനത്തിലായിരുന്നു ആയിഷ ബീവി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്നത്. അങ്ങനെ ആയിഷ വരുന്ന സമയത്ത് നടന്നിട്ടാണല്ലോ എല്ലാവരും വരിക. ചില ആളുകൾ നടന്നിട്ട്, ചില ആളുകൾ കുതിര അതേപോലെ തന്നെ കഴുത, ഒട്ടകതൊക്കെ ഉപയോഗിച്ചിട്ടാണ് തിരിച്ചു വരിക. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി കുറച്ചു നേരം നിന്നു. ആ സമയത്ത് ആയിഷ ബീവി ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആയിഷ ബീവി പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ ആയിഷ ബീവിയുടെ മാല കളഞ്ഞുപോയി എന്ന് ആയിഷ ബീവിക്ക് തിരിച്ചറിഞ്ഞു. ആയിഷ ബീവി അത് തിരഞ്ഞിങ്ങനെ നടന്ന സമയത്ത് ഇവരറിഞ്ഞിരുന്നില്ല ആയിഷ ബീവി നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. ആയിഷ ബീവി ചെറിയ മോളായിരുന്നു. ആയിഷ ബീവി വലിയ കനൊന്നുമില്ലായിരുന്നു. അപ്പൊ പല്ലക്ക് ഉയർത്തിയ ആളുകൾക്ക് ഫീൽ ചെയ്തില്ല ആയിഷ ബീവി ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് അവർ സങ്കല്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആയിഷ ബീവിയെ കൊണ്ടുപോയി, ആ പല്ലക്കം കൊണ്ടുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കടന്നുപോയി. ആയിഷ ബീവി അതിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന സങ്കല്പത്തിൽ. അങ്ങനെ ആയിഷ ബീവി മാല തപ്പി അവസാനം കിട്ടി തിരിച്ചു വരുമ്പോഴത്തേക്ക് ആരെയും കാണാനില്ല. ആ സമയത്ത് സഫ്വാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നുണ്ടായിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പിന്നിൽ വരാനായിരുന്നു കൽപ്പിച്ചത്. അഥവാ ഈ മുന്നിൽ ഈ യാത്രാ സംഘം ഇങ്ങനെ പോകുമ്പോൾ അവരുടെ എന്തെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പിന്നിൽ നിന്നുകൊണ്ട്, അഥവാ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു വരാൻ പറ്റുള്ളൂ എന്നാ കൽപ്പന. കാരണം ആരുടേത് എന്തെങ്കിലും കാണാതായി പോയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് എന്താക്കുക, അത് കണ്ടെത്തിക്കൊണ്ട് അതും എടുത്ത് സഫ്വാൻ റളിയല്ലാഹു അൻഹു വരണം എന്നായിരുന്നു സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഡ്യൂട്ടി. അങ്ങനെ ഇവരൊക്കെ പോയതിൻ്റെ ശേഷം ആയിഷ ബീവി ആകെ പരിഭ്രാന്തയായി. അങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നത്. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ ആയിഷ ബീവിയും ഞെട്ടി, സഫ്വാൻ റളിയല്ലാഹു അൻഹുവും ഞെട്ടി. ആ കഥ അങ്ങനെ പോകുന്നുണ്ട്. അത് അവസാനം എത്തുന്നത് ആയിഷ ബീവിയെ ആരോപണ വിധേയമാക്കുന്ന രീതിയിലാണ് ആ കഥ എത്തുന്നത്. പക്ഷെ നമുക്ക് ഇവിടെയുള്ള പാഠം എന്നുള്ളത് സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹു തൻ്റെ മേൽക്കുപ്പായം അഥവാ മുഖം മറച്ചു എന്നുള്ളതാണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ മുഴുവനും ഈമാനിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തത് സഫ്വാൻ എന്ന അന്യപുരുഷനെ കണ്ട സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ മുഖം മറക്കുകയായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ്. എന്നിട്ട് മുഖം മറച്ചിട്ടായിരുന്നു പിന്നീടുള്ള തൻ്റെ യാത്ര എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ നമ്മുടെ സ്വഹാബി വനിതകളുടെ ചരിത്രം കാണാം. സ്വഹാബി വനിതകൾ ഇങ്ങനെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയൊക്കെ ഇങ്ങനെ വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും സ്വഹാബികളോ ഏതെങ്കിലും അന്യപുരുഷനോ വന്നു കഴിഞ്ഞാൽ അവരവരുടെ മുഖം താഴ്ത്തിയിടുമായിരുന്നു, അഥവാ അവരുടെ മുഖം അവർ മറച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സൂറത്തു അഹ്സാബിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വലാ ജുനാഹ അലൈഹിന്ന ഫീ ആബാഇഹിന്ന വലാ അബ്നാഇഹിന്ന വലാ ഇഖ്വാനിഹിന്ന വലാ അബ്നാഇ ഇഖ്വാനിഹിന്ന. അവർക്ക് പ്രശ്നമില്ല, അവർക്ക് അവരുടെ ഹിജാബ് പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പറഞ്ഞു കൊടുത്ത കുറച്ച് വസ്ത്രധാരണ രീതികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഹിജാബിന്റെ രീതികളുണ്ട്. അത് അന്യ പുരുഷന്മാരുടെ ഇടയിലാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സ്വന്തം ഉപ്പമാരുടെ ഇടയിൽ നിന്ന്, സ്വന്തം മക്കള്, സ്വന്തം സഹോദരന്മാരുടെ മക്കൾ, അവരുടെ ഇടയിൽ നിന്നും ഈ ഹിജാബ് അവർക്ക് പൂർണ്ണമായും ധരിക്കേണ്ടതില്ല. അവർക്ക് അവരുടെ മുഖവും മുൻകൈയും, അങ്ങനെ സാധാരണ നമ്മുടെ സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് ധരിക്കാറുള്ള വസ്ത്രം ഉണ്ടല്ലോ,
അതുപോലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അന്യപുരുഷന്മാരല്ലാത്ത ആളുകളിൽ നിന്ന് അങ്ങനെ വസ്ത്രം ധരിക്കാവുന്നതാണ്, പൂർണ്ണമായി ഹിജാബ് ധരിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് കൊടുത്തൊരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 55-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതിലൊരു മറുവശമുണ്ട് നമ്മൾ മനസ്സിലാക്കാം. അതല്ലാത്ത ആളുകളെ മുന്നിൽ നമ്മുടെ പ്രിയ മുസ്ലിം സ്ത്രീകൾ അവരുടെ ഔറത്ത് കാണിക്കാൻ പാടില്ല. അതല്ലാത്ത ആളുകളുടെ മുന്നിൽ മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിച്ചേ മതിയാവുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അഹ്സാബിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലമ്മാ അമറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഇഖ്റാജി നിസാഇ ഇലൽ മുസല്ലൽ ഈദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സ്ത്രീകളൊക്കെ എന്തായിക്കോട്ടെ പള്ളിയിലേക്ക് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, പള്ളിയിൽ പോകണമെന്ന് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ തടയരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഹദീസിന്റെ തന്നെ അവസാന ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, എന്നാലും അവർക്ക് വീടാണ് ഉത്തമം. പള്ളിയേക്കാളും അവർ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നതെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കുക, ഭർത്താക്കന്മാരും പുരുഷന്മാരൊക്കെ മനസ്സിലാക്കുക, സ്ത്രീകൾക്ക് എപ്പോഴും അവരുടെ വീടകങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ഏറ്റവും ഉത്തമമായ സ്ഥലമായിക്കൊണ്ടും അല്ലാഹ് നിശ്ചയിച്ചത് നിർണയിച്ചു തന്നത് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്ത്രീകൾക്ക് പ്രത്യേകം മുസല്ലൽ ഈദ് നിസ്കരിക്കാൻ വരാൻ പ്രത്യേകം സുന്നത്തുള്ള ഒരു സ്ഥലമുണ്ട്. അഥവാ ഈദ്ഗാഹുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൈളും നിഫാസുള്ള സ്ത്രീകളൊക്കെ എന്താക്കണം, ഹൈളുണ്ടെങ്കിൽ പോലും സ്ത്രീകളൊക്കെ ഈദിന്റെ സ്ഥലങ്ങളിലേക്ക് സ്ത്രീകൾ വരണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. അഥവാ ഈദ്ഗാഹുകളിലേക്ക് സ്ത്രീകൾക്ക് വരിക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു വനിത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, നിങ്ങൾ ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ഞങ്ങളുടെ ഒരു സഹോദരിക്ക് ഹിജാബില്ല, പൂർണ്ണമായി മറക്കാനുള്ള വസ്ത്രമില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ, എന്നാൽ അവള് കുറച്ചൊക്കെ ഇളവ് ഉണ്ടായിക്കോട്ടെ, എന്നിട്ട് അവള് ഇതിലേക്ക് വന്നോട്ടെ എന്നല്ല പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ സഹോദരിയുടെ ഹിജാബ് കൂടി അവൾക്ക് കൊടുക്കുക, എന്നിട്ട് പൂർണ്ണമായി ഹിജാബ് ധരിച്ചിട്ട് തന്നെ അവൾ ഈദിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ 2 പോയിന്റാണല്ലോ. ഒന്ന്, ഈദിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് പ്രത്യേകം സുന്നത്ത് കണ്ടു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു വസ്ത്രമില്ലാത്ത ഘട്ടത്തിൽ പോലും റസൂലുള്ള ഇളവ് നൽകിയില്ല. അവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു, സ്ത്രീകൾ അവളുടെ ദേഹം മറക്കൽ എന്നുള്ളത് പ്രത്യേകം നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുഖവും മുൻകൈയുമല്ലാത്ത ബാക്കി മുഴുവൻ അവയവങ്ങളും മറക്കേണ്ടതാണ്. അത് കാണിക്കാനുള്ള ഒരു ഇളവും മുസ്ലിം സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഇവിടൊക്കെ ഈ ഹദീസിലൂടെയും ആയത്തുകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്ത്രീകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അവളുടെ വീടകങ്ങളാണ് ഉത്തമം. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ അവളുടെ വസ്ത്രം കൊണ്ട് അവളുടെ ദേഹം പൂർണ്ണമായും മറച്ചേ മതിയാവുള്ളൂ. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന 2 തത്വങ്ങൾ നമ്മൾ മുന്നിൽ വെക്കുക. ഇനി നമ്മുടെ സമൂഹത്തിലേക്ക് വരിക. ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് വരെ നമ്മുടെ കൊയിലാണ്ടിയിലടക്കം സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, സ്ത്രീകളെ വല്ലാതെ പുറത്തിറങ്ങാൻ പലരും മുസ്ലിം നാമധാരികൾ പോലും പ്രേരിപ്പിക്കുകയാണ്. ചില 2-3 അറിയപ്പെട്ട മുസ്ലിം ആളുകൾ പോലും പറയാണ്, സ്ത്രീകൾ 25-ാം വയസ്സ് വരെ, 25-30 പലതും പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ പറയാണ്, ഒരു മുസ്ലിം നാമധാരിയായ അറിയപ്പെട്ട ഒരു ഇസ്ലാമിക പ്രഭാഷകൻ പറയാണ്, 25 വയസ്സായിട്ടും സ്ത്രീകളെ കെട്ടിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കൂല എന്നൊരാൾ പറയാണ്. രണ്ടാമതൊരാൾ പറയാണ്, നമ്മുടെ കൊയിലാണ്ടിൽ വെച്ച് സംഭവിച്ചാണ്, അഥവാ 25 വയസ്സാവുമ്പോഴത്തേക്ക്, അഥവാ കല്യാണം കഴിക്കുന്നല്ല നിർബന്ധം, അതിനേക്കാൾ അപ്പുറം സ്ത്രീകൾ ഒരു ജോലി ഇല്ലാത്ത ഒരു സ്ത്രീ ഉണ്ടാകാൻ പാടില്ല എന്ന് മുസ്ലിം നാമധാരികളായ ആളുകൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് പറയാനുള്ള, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാം സ്ത്രീകൾ പണിക്ക് പോകുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ എതിരല്ല. മറിച്ച് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹദീസും ഈ ആയത്തൊക്കെ നമ്മൾ കേട്ടില്ലേ, ഇത്രയും പൂർണ്ണമായി മറക്കണം, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്ത്രീകൾ ഭർത്താവിന്റെ വീട്ടിലെ രാജകുമാരിയാണ്, അവിടുത്തെ നേതാവാണെന്ന. ഈ ഹദീസൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് സ്ത്രീകളെ പുറത്തിറങ്ങാൻ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുക? ജോലിക്ക് പോണേ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങണം, ആണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം.
അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അള്ളാന്റെ റസൂൽ പ്രോത്സാഹിപ്പിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചത് വീടകങ്ങളിലേക്ക് സ്ത്രീകൾ ഇരിക്കുക എന്നുള്ളത്. അവർക്ക് ഒരുപാട് പഠിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയാണ് ഏറ്റവും വലിയ ലോകത്തെ പണ്ഡിത, സ്ത്രീകളിലെ ഏറ്റവും വലിയ പണ്ഡിത ആയിഷ ബീവിയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എത്രയും പഠിക്കാം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ച വരകൾ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്ന്, അവർക്ക് എത്രയും പഠിക്കാം. അവർക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വഹാബികളുടെ കാലത്ത് വരെ ഒന്നോ രണ്ടോ സ്ത്രീകൾ അങ്ങേയറ്റം കഷ്ടത അനുഭവിച്ച സമയത്ത് അവളെ വേറെ ആരും നോക്കാനില്ലാത്തൊരു സന്ദർഭത്തിൽ അവരൊക്കെ പണിക്ക് പോയിട്ടുണ്ട്, ജോലിക്ക് പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ചും പുരുഷന്മാരും സ്ത്രീകൾ അങ്ങനെ പുറത്തിറങ്ങണം. ഇതൊക്കെ ജോലിക്ക് പോകുന്നതിലെല്ലാം അവസാനിപ്പിക്കുക. അഥവാ ജോലിക്ക് പോകുന്നതിന് നമ്മൾ ആരും എതിർക്കില്ല, പക്ഷേ ഇവിടെ ജോലിക്ക് വല്ലാതെ അങ്ങ് പോകാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അവരൊക്കെ ദീനിന്റെ എല്ലാ ചിട്ട വട്ടങ്ങളും അനുസരിച്ചുകൊണ്ടാണോ പോകുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി ദേഹം മറച്ച്, പറഞ്ഞതുപോലെ പൂർണ്ണമായി ദേഹം മറച്ച് അന്യപുരുഷന്മാരോടൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അവൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിന് തടയാൻ വകുപ്പില്ല, അതിനെ ഹറാമെന്നും പറയാൻ പറ്റൂല. പക്ഷെ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടാണോ നമ്മുടെ മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകൾ പുറത്തു പോവാറുള്ളത്, ജോലിക്ക് പോകാറുള്ളത്? നമ്മൾ ആലോചിച്ചു. ഇപ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ യാത്ര ഒന്ന് കോഴിക്കോടേക്കോ താമരശ്ശേരിയിലോ കൊയിലാണ്ടിയിലോ ഇങ്ങനെ പോയോക്കുക, 99% വിദ്യാർത്ഥിനികളും, അങ്ങനെ തന്നെ പറയാം, 99% വിദ്യാർത്ഥിനികളും ഔറത്ത് മറച്ചിട്ടില്ല. മുഖവും മുൻകൈയൊന്നല്ല, വളരെ ലാഘവത്തോടു കൂടി മുടിയും കൈയൊക്കെ കാണിച്ചുകൊണ്ട് ലാഘവത്തോടെ നിൽക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, വലാ തബർറുജന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊല, അജ്ഞത കാലത്ത് ആളുകൾ ചെയ്തൊരു സൗന്ദര്യ മത്സരം നടത്തരുത്. ആരാ ഇപ്പൊ മേക്കപ്പ് ഇടാത്തത്? ആരാണ് മുഖത്ത് അലങ്കാരം സ്വീകരിക്കാത്ത? ഒരു സ്ത്രീ, ഒരു വിദ്യാർത്ഥിനി പോലും ഇല്ല. എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ എത്രത്തോളം സൗന്ദര്യ ശരീരത്താക്കാൻ പറ്റും അത്രത്തോളം സൗന്ദര്യമാക്കിയിട്ടാണ് പുറത്തിറങ്ങുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മോട്ടിവേഷനുകൾ നമ്മുടെ ഉമ്മത്തിന് എത്തിക്കുന്നത് ഇവിടൊക്കെയാണ്. ഇത് ജോലിയിലൊന്നല്ല എത്തുന്നത്, ഈ സമൂഹത്തെ മൊത്തം ഫിത്നയാക്കുന്ന രീതിയിലാണ് ഇതൊക്കെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇസ്ലാമിന് അഥവാ ഇസ്ലാമിക വസ്ത്രം നമുക്കൊക്കെ പറയാൻ കഴിയും. എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഒരു ഉമ്മാക്ക് പറയാൻ കഴിയും, എൻ്റെ മകൾക്ക് ഞാനൊരു മാതൃകയാണ് ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള നിലപാടിലൊക്കെ എൻ്റെ മോക്ക് ഞാനൊരു മാതൃകയാണെന്ന് ഒരു ഉമ്മാക്കോ ഒരു ഉപ്പാക്കോ പറയാൻ കഴിയും. നമ്മളെപ്പോലും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ഉമ്മത്തിലെ മുസ്ലിം സ്ത്രീകളായ അല്ലെ വിദ്യാർത്ഥിനികൾ ഇത്രത്തോളം അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഔറത്തിന്റെ കാര്യത്തിൽ നിന്ന് അവർക്കൊരു ശ്രദ്ധയുമില്ലെങ്കിൽ, അതിനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും കുറ്റക്കാര് ഉമ്മയും ബാപ്പയാണ്. അവർക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക, ഒന്നാമത്തെയും രണ്ടാമത്തെയും കുറ്റക്കാര് ബാപ്പയും ഉമ്മയാണ്. എത്രത്തോളം അവരുടെ മക്കളെ ദീന് പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മക്കൾക്ക് വസ്ത്രധാരണ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, സ്വന്തം ജീവിതം കൊണ്ടും നല്ല ദീനി ക്ലാസ്സുകളിലൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ട് എത്രത്തോളം സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ ധരിക്കണമെങ്കിൽ ഒരു ഇഷ്ടമാണ്, മനസ്സിനോടൊരു ഇഷ്ടം വേണം. മനസ്സിൽ ആ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ ധരിച്ചു കാണുമ്പോൾ നല്ല രീതിയിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന വിദ്യാർത്ഥിനികൾ സ്ത്രീകളായി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്കും അത് ഇഷ്ടാവും. ആ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ഉപ്പമാരും കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് ഇഷ്ടാവും, നമ്മുടെ ഉമ്മത്തിന് അത് ഇഷ്ടാവും. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് തുറന്നിട്ടുകൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു, അതൊക്കെ ചെയ്യാതെയാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അവരെ കുറെ ഉപദേശിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. നമ്മുടെ കുടുംബങ്ങൾ മാറാതെ, നമ്മുടെ ഉമ്മമാരെ മാറാതെ, നമ്മുടെ മാതാപിതാക്കൾ തീരുമാനത്തിൽ തിരുത്തു വരുത്താതെ നമ്മളൊക്കെ ഈ ദുനിയാവ് മക്കളെ പഠിപ്പിക്കാൻ കാണിക്കുന്ന ശ്രദ്ധ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പകുതിയെങ്കിലും മക്കളെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മക്കൾ പരീക്ഷണമാവും. ആ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകുമെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണത്തിൽ വിജയിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم اعطنا الاخلاص وازدد ايماننا يا رب العالمين. ആദരണീയരായ വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടതുണ്ട്. അതിലുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് ഹദീസുകൾ, ആയത്തുകൾ കേട്ടു. ഈ സമയത്ത് നമുക്കുണ്ടാവേണ്ട ഒരു മനസ്ഥിതി എന്നുള്ളത്
ഇവിടെ ഇരിക്കുന്നത് ഏത് സംഘടനയിലും ഏത് വിഭാഗത്തിലുള്ള ആളുകളായാലും പറഞ്ഞത് മുഴുവനും ആയത്തുകളാണ്, ഹദീസുകളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടും ആയിഷ ഉമ്മയുടെ നിലപാടൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മനസ്സിനെ നമ്മൾ അതിന് പാകപ്പെടുത്തിയേ മതിയാവുള്ളൂ. ഇതൊക്കെ പറഞ്ഞതിൽ കുറച്ച് ഏറിപ്പോയിട്ടുണ്ട് ഇതൊന്നും നമുക്ക് തോന്നാൻ പാടില്ല. തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഈമാന് കുറവുണ്ട്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പൂർണ്ണമായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് ഈ പറഞ്ഞതിൽ ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഇത് കുറച്ച് ഓവറായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ഓവറാവല്ലേ ഇത്? കാരണം പറഞ്ഞത് മുഴുവനും ആയത്താണ്, പറഞ്ഞത് മുഴുവനും ഹദീസുകളാണ്. അപ്പോൾ നമ്മൾ ഇതിന് കീയൊതുങ്ങാതെ നമ്മൾ പൂർണ്ണമായി മുസ്ലിം ആവുകയില്ല, മുസ്ലിമത്താവുകയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് മാറ്റാൻ പഠിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതാണ് എൻ്റെ നിലപാട് എന്ന രീതിയിൽ നമ്മൾ മാറാതെ നമ്മുടെ ഉമ്മത്തിന് ബറക്കത്ത് ലഭിക്കൂല, ഖൈറ് ലഭിക്കൂല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനോട് ഇഷ്ടം നമുക്ക് കൽബിൽ വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനോടുള്ള ഒരു ഇഷ്ടം, മഹബത്ത് നമ്മുടെ കൽബിൽ ഇല്ലാത്തടത്തോളം കാലം അള്ളാന്റെ ബർക്കത്ത് നമുക്ക് കിട്ടൂല. നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു കാര്യത്തിലും നമ്മൾ പറയാറില്ലേ, നമ്മൾ പ്രവർത്തിച്ചാൽ കൂടിയേ കിട്ടുള്ളൂ, നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം അത് പൂർണ്ണതയിലെത്തൂല. എല്ലാത്തിലും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് അബോധികമായ ഒരു സഹായം നമുക്ക് ലഭിച്ചേ മതിയാവുള്ളൂ. അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലില്ലാതെ ഒരു കാര്യവും പൂർണ്ണമാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് നമ്മൾ വിധേയമാവേണ്ടത്. രണ്ടാമതായിക്കൊണ്ട് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ 10 രാവുകൾ എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയാണ്, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. അഥവാ റമളാനിലെ പകലിനേക്കാളും ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 പകലുകൾ എന്ന് നമ്മൾ ഒന്നാമതായിക്കൊണ്ട് മനസ്സിലാക്കുക. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ ആ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലം നൽകും. ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളാണ്. അവിടെ നമ്മൾ ആ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അമലു സ്വാലിഹാത്തിന് ഫദ്ല് കൂടുതലാണ്. അന്ന് നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് അതിനും ഗൗരവം കൂടുമെന്ന് മനസ്സിലാക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന തെറ്റ് ചെയ്യാറുള്ളത് പോലെയല്ല ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നത്, അത് ഗൗരവം കൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അതിനുള്ള ഗൗരവം വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ 10 ദിവസങ്ങളിൽ നമ്മൾ ഒന്നുകൂടി, റമദാനിലൊക്കെ നമ്മളൊന്ന് മാനസികമായി തയ്യാറെടുക്കാറില്ല, അതേപോലെ ആ 10 ദിവസങ്ങളിൽ നമ്മൾ ഖത്മ് തീർക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ ഖുർആനെ ധാരാളം പാരായണം ചെയ്യുക, ധാരാളമായി കൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ, അതേപോലെ തന്നെ പുതിയ പുതിയ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അങ്ങനെ റമളാനിൽ നമ്മൾ ഇസ്ലാമിനെ വരവേൽക്കുന്നത് പോലെ ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങളെ നമ്മൾ അങ്ങനെ വരവേൽക്കുക. നമ്മൾ അശ്രദ്ധരായി പോവാറുണ്ട്. റമളാൻ അല്ലാത്ത മറ്റൊരു ദിവസത്തിലും നമ്മൾ ഒരു ശ്രദ്ധ പുലർത്താറില്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അറിയുക, ലോകത്തെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകളുള്ളത് അത് ദുൽഹിജ്ജ 10 പകലുകളാണ് എന്ന് മനസ്സിലാക്കുക. അതിലെ ഫദ്ൽ ഒരുപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അതിനുള്ള കനം കൂടുമെന്ന് മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉളുഹിയ്യത്താണ്. ഉളുഹിയ്യത്തിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഈ ഒറ്റ ആയത്ത് മതി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സുന്നത്താക്കിയ ഉളുഹിയ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കും. അല്ലാഹുവിന്റെ ശആയിറുകളെ ആരെങ്കിലും ആദരിച്ചു കഴിഞ്ഞാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഖൽബിന്റെ തഖ്വയിൽപ്പെട്ടതാണ്, അത് ഖൽബിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഉളുഹിയ്യത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഇസ്ലാമിലെ ഏറ്റവും വലിയ ശിആറാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉളുഹിയ്യത്തിൽ കഴിയുന്ന എല്ലാ ആളുകളും ഭാഗവാക്കാവേണ്ടതുണ്ട്. ഒരുപാട് ഫദ്ലുണ്ട് ഉളുഹിയ്യത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലം നമുക്ക് കരിഞ്ഞരുളുന്ന ഒരു പുണ്യപ്രവർത്തനമാണ്, വലിയൊരു ഇബാദത്താണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. ഒരുപാട് പൈസയായി, ഒരുപാട് വലിയ പൈസക്കാരനായിട്ട് ഉളുഹിയ്യത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇപ്പോഴൊന്നും നടന്നു വരില്ല. അതുകൊണ്ട് നമ്മുടെ പൈസയിൽ നമ്മൾ പലതും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പിശുക്കിയിട്ടും അല്ലാതെയൊക്കെ കണ്ടെത്താറില്ലേ.
അതേപോലെ ഈ ഉളുഹിയത്തിന് വേണ്ടി നമ്മൾ 7000 രൂപയാണ് പൊതുവെ പള്ളികളിലൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിലും നമുക്ക് ഉളുഹിയത്തിനുള്ള സംവിധാനം ഉണ്ട്. 7000 രൂപയാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു മോശമില്ലാത്ത ജോലിയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ചേരാൻ പറ്റും. നമ്മളൊക്കെ മറ്റ് നമ്മുടെ പേഴ്സണൽ കാര്യത്തിന് കൊടുക്കുന്ന ശ്രദ്ധ ഉളുഹിയത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉളുഹിയത്തിൽ ചേരാനാവും എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതുകൊണ്ട് ഇസ്ലാമിലെ ഷിആറുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അടയാളങ്ങളെ നമ്മളൊന്ന് ആദരിക്കാൻ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഖൈറും ബറക്കത്തൊക്കെ ഉണ്ടാവുള്ളൂ. വെറുതെ ഒരുപാട് ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്. ആ ദുആക്ക് നമ്മുടെ സബബുകൾ, കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കാതെ നമ്മുടെ ജീവിതമൊന്നും വിശാലമാക്കപ്പെടുകയോ ബറക്കത്ത് ലഭിക്കുകയോ ചെയ്യൂല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തും ഖൈറൊക്കെ ലഭിക്കും എന്ന് പറഞ്ഞ സബബുകൾ കൂടി, കാരണങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ഇസ്ലാമിനെ സ്നേഹിക്കുക, ഇസ്ലാമിനെ ആദരിക്കുക. ഈ യുക്തിവാദികളും മറ്റു പല രീതിയിലേക്ക് ആളുകളൊക്കെ പോയി ചെല്ലാനുള്ള ഒരു കാരണം ഇസ്ലാമിനെ ഗൗനിക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഒരുത്തൻ തെറ്റാൻ തീരുമാനിച്ച പിന്നെ ഓനാ വഴിക്ക് അല്ലാഹ് വിടും, ഓനെ പിന്നെ ഇങ്ങോട്ടേക്ക് അല്ലാഹ് ഇടൂല. അതുകൊണ്ട് നമുക്ക് വേണം ഇസ്ലാമിനെ. ഇത് അള്ളാഹിന്റെ ആവശ്യമില്ല, ഇത് എൻ്റെ ആവശ്യമാണ്. ഇസ്ലാമിനെ അനുസരിക്കുക, ഇസ്ലാമിനെ റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെ നമ്മുടെ ഓരോരുത്തരും ആവശ്യമായി നമ്മൾ കരുതുക. നമ്മുടെ സ്വാർത്ഥതയായിക്കൊണ്ട് ഇസ്ലാം മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ അങ്ങേയറ്റം നമ്മൾ ആദരിക്കുക. അതിനോടൊരു അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ നമ്മളെ നെഗറ്റീവായിക്കൊണ്ട്, കുരുത്തക്കേടായിക്കൊണ്ട് ബാധിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ ദീനിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, അനുസരിക്കുന്ന, ആദരിക്കുന്ന സത്യവിശ്വാസികളിൽ, വിശ്വാസിനികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് സ്നേഹത്തോടെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈമാനിനെ, ഇഖ്ലാസിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിറച്ചു തരണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങളും വാക്കുകൊണ്ടുള്ള ഒരുപാട് പിഴവുകൾ, മറ്റുള്ള ആളുകളോട് ഞങ്ങൾ പെരുമാറുന്നതിൽ പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ നാഥ. നമ്മളുടെ കൂട്ടത്തിൽ ഈ പള്ളിയിൽ ജുമുഅക്കൊക്കെ വരാറുള്ള നമ്മുടെ പ്രിയം നിറഞ്ഞൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീക്ക് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ഉന്നത സ്വർഗമായ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി പുറത്ത് നൽകുമാറാകട്ടെ. അവരുടെ ഖബറുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തരുമാറാകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ വെച്ച് മുൻകർ നക്കീറിന്റെ ചോദ്യോത്തരത്തിന് ഉത്തരം നൽകുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين يا رب العالمين. أقم الصلاة.